മൂന്നാമത്തെ സംഭവമാണ് സെറ്റ് ദി ടേബിൾ. ഒരു ക്ലാരിഫിക്കേഷന് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്തുക. നിങ്ങളിപ്പോൾ എന്താണ് എക്സാക്ട്ലി നിങ്ങളെ ഗോൾസ് എന്താണ്, ആ ഗോൾസിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്കാണ് നിങ്ങളിപ്പോൾ കറൻറ്റ്ലി ചെയ്യണത്, അല്ലെങ്കിൽ എന്തൊക്കെ എക്സ്ട്രാ വർക്കുകളാണ് നിങ്ങളിപ്പോൾ ചെയ്യാത്ത വർക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുക. അതിന് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, ജേർണലിങ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ജേർണലിങ് പല ടൈപ്പുണ്ട്. അതിൽ ജേർണലിങ് നമ്മളെ തോട്ടുകളൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു ക്ലാരിറ്റി ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ ഗോൾസ് എന്താണ്, ഈ ഗോൾസിന് വേണ്ടിയിട്ട് എന്തൊക്കെ വർക്ക് ചെയ്യുക, എന്തൊക്കെ സിസ്റ്റംസാണ് ഞാൻ ഡെയിലി ചെയ്യേണ്ട ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒരു 50% നമുക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന സംഭവമാണ് ഈ സെറ്റ് ദി ടേബിൾ. ആ ഈ സംഭവത്തിൻ്റെ വരുന്നതാണ് മെയിനായിട്ട് ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യാം. അതായത് ടുമോറോ, നാളെ എന്തൊക്കെ ചെയ്യണം സംഭവം നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് പ്ലാൻ ചെയ്ത്, അതായത് ഒരു ടു ഡു ലിസ്റ്റ് എഴുതിയാണ്ട് പ്രിപ്പയർ ചെയ്യാം. നാളെ എത്ര മണിക്ക് എണീക്കണം, എണീറ്റുടൻ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യണം, ആ സംഭവം തന്നെ ചെയ്യുന്ന സംഭവങ്ങൾ എവിടെ വെച്ച് എത്ര ടൈമിലോട്ട് വരെ ചെയ്യണം സംഭവം നിങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ 5 മണിക്ക് എണീക്കാം, പിന്നെ ഒരു 10 മിനിറ്റ് ഓടാൻ പോകാം, പിന്നെ ഒരു 10 മിനിറ്റ് പഠിക്കുന്ന സ്ഥലത്ത് ഇരുന്നാണ്ട് ഒരു 10 മിനിറ്റ് ബുക്ക് വായിക്കാം, പിന്നെ പോഡ്കാസ്റ്റ് കേൾക്കുക, പിന്നെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുക, പിന്നെ ജിമ്മ് സംഭവങ്ങൾ, ഇതൊക്കെ എവിടെ വെച്ച് എത്ര ടൈമിലേക്ക് വരെ എന്നൊരു ഔട്ട്ലൈന്, ഒരു ഫ്രെയിം വർക്ക് ആക്കിയാണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോർണിംഗിൽ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക, നാളെ ഇപ്പോൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രവൃത്തി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക എന്നൊരു ചിന്തണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ടാവും, അതനുസരിച്ച് ഇങ്ങനെ പോയാൽ മതി. ഈ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്യണം, അപ്പോൾ ഈ സംഭവം തന്നെ ഇത്ര ടൈമിനുള്ളിൽ ബുക്ക് വായിച്ച് കഴിഞ്ഞാലുള്ളൂ അടുത്ത സംഭവം ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തുണ്ടാവും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായതുകൊണ്ട് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ നമുക്ക് സിമ്പിളായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും.